അഡ്വക്കേറ്റ് ബലദേവ്, തല്ലണമോ തലോടണമോ, തള്ളണമോ കൊള്ളണമോ, അങ്ങനെയൊരു ആശയക്കുഴപ്പത്തിലാണോ ഇടതുമുന്നണിയെ നയിക്കുന്ന CPM? ഇടതുപക്ഷ മുന്നണി ഒരു മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മുന്നണിയാണ്. കാലാകാലങ്ങളിൽ ശരിയാണ് ഇവിടെ പറഞ്ഞതുപോലെ ചില കൂട്ടുകെട്ടുകൾ, ആ രാഷ്ട്രീയമായ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളാണ്. മുന്നണിയുടെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് തന്നെ മതേതര ജനാധിപത്യ സംവിധാനം പരമാവധി കാത്തു സൂക്ഷിക്കണമെന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട എളമര കരീമിന്റെ പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടതാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നു, ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമി അത്ര വലിയൊരു ഭീകര സംഘടനയല്ല. അത് ശരിയാണ്, പത്മനാഭൻ ചേട്ടൻ പറഞ്ഞതുപോലെ അതൊരു വളരെയധികം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിലും കേരളത്തിൽ അവർക്ക് അത്ര ശക്തമായ വേരുകളൊന്നുമില്ല. കേരളത്തിൽ മറ്റു പല മുസ്ലിം സംഘടന, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, അത് LDF-ലും ഉണ്ട്, UDF-ലും ഉണ്ട്. ആ സംഘടനകളെ പോലൊന്നും ശക്തിയുള്ള ഒരു മുസ്ലിം സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി. എന്തിന് SDP-യുടെ ശക്തി പോലും ഈ ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശക്തിയെ കുറച്ച് കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുകയോ അതല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2019 പത്മനാഭൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2019 തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ പരാജയം ഏറ്റു. പക്ഷേ തൊട്ടടുത്ത വർഷമാണ്, അപ്പോഴത്തേക്ക് അന്തരീക്ഷം ഒന്നും വരായിട്ട് മാറിയില്ല. 2020 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. കോർപ്പറേഷനുകളെല്ലാം പിടിച്ച് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനങ്ങൾ പിടിച്ചു വന്നു. 2021 ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ, ഞങ്ങളാരും 99 സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോട് തിരിച്ച് അധികാരത്തിൽ വന്നു. അപ്പൊ അതിന്റെ അർത്ഥം കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം പോലെ തോന്നുന്നു. കേൾക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ചെറിയ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിബന്ധങ്ങൾ കേരളത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു താൽക്കാലികമായ പ്രതിബന്ധമാണ്. ഞങ്ങൾക്ക് ഒരു സീറ്റായിട്ട് ചുരുക്കുകയും ചെയ്തു. 2019 ഒരു സീറ്റായിരുന്നു. പ്രതീക്ഷിച്ച വോട്ട് ഞങ്ങളുടെ ചില മേഖലയിൽ നഷ്ടപ്പെട്ടു. വിശേഷിച്ച് തെക്കൻ ജില്ലകളിൽ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൊക്കെ പരമ്പരാഗതമായിട്ട് ഈഴവാദി പിന്നോക്ക സമുദായം ഇടതുപക്ഷത്തിന് കൃത്യമായി വോട്ട് ബാങ്കുകളായിരുന്നു. അവിടെയൊക്കെ ചില മേഖലകളിൽ വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊക്കെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ ഇടതുപക്ഷ മുന്നണിയിലേക്കും ഞങ്ങളുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും ഈ പ്രവർത്തനയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് 2025 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 24-ലുണ്ടായ ഒരു പരാജയം ആവർത്തിക്കുമെന്നുള്ള ഭയം ഇടതുപക്ഷ മുന്നണിയിലെ ചെറുതും വലുതുമായ ഒരു കക്ഷികൾക്കുമില്ല. വളരെ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. അതിന് നമ്മുടെ മുന്നിൽ തന്നെ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം 20 സീറ്റ് UDF പിടിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. 20 സീറ്റും ഇടതു മുന്നണിയാണ്ട് 15 സീറ്റ് വരെ പിടിച്ച ചരിത്രങ്ങളൊക്കെ ഇവിടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു പ്രോസസ്സാണ്. ഇലക്ഷന് കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് ഒരു പാർട്ടിയെ നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചില സാഹചര്യങ്ങളിൽ വോട്ട് കുറയാം, ചില സാഹചര്യങ്ങളിൽ വോട്ട് കൂടാം. അത് ആനുകാലികമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ മാറി മാറി വോട്ട് ചെയ്യും. നമുക്കറിയാം ഇലക്ഷനെ സംബന്ധിച്ച് എപ്പോഴും വോട്ട് നിശ്ചയിക്കുന്നത് ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്. അത് കൂടുതലും ഒരു വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ടാണ് ഈ ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അടിസ്ഥാനപരമായ വോട്ടാണ്. ആ ഫ്ലോട്ടിംഗ് വോട്ട് ആനുകാലികമായ സാഹചര്യം അനുസരിച്ച് അതൊരു 5 മുതൽ 10% വരെ വരുമെന്നാണ് കണക്ക്. അത് മാറി മാറി വരാം. അതാണ് പലപ്പോഴും ഇലക്ഷൻ തീരുമാനിക്കൊടുക്കുന്നത്. പിന്നെ വളരെ പ്രത്യേകതയുണ്ട്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും 10, 20, 30% വോട്ട് വ്യത്യാസമൊന്നുമില്ല. 4, 5 അല്ലെങ്കിൽ 6, പരമാവധി പോലെ 7%. ഇതിനപ്പുറത്തോട്ടൊരു വ്യത്യാസം വരാറില്ല. ഒരു മുന്നണിക്ക് 50% വോട്ട് കൂടുതൽ കിട്ടി. ഈ 100 സീറ്റ് ഉണ്ടെങ്കിൽ പോലും UDF-ന് 2001 99 സീറ്റ് ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് 50% വോട്ട് അവർക്ക് ലഭിച്ചിരുന്നില്ല. 50% താഴെ വോട്ടാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ 50% താഴെ വോട്ട് ലഭിച്ചുകൊണ്ടാണ് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലായാലും എവിടെയായാലും പലപ്പോഴും അധികാരത്തിൽ വരുന്നു. അപ്പൊ അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം അല്ല നോക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ലഭിച്ച ഈ സീറ്റിന്റെ എണ്ണമാണ്. പെർസെന്റേജ് ഓഫ് വോട്ട് എടുത്താൽ പലർക്കും ഭരിക്കാൻ കഴിയില്ല. 50% വോട്ട് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിബന്ധങ്ങൾ താൽക്കാലികമാണ്. ഇത് മാറും. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഒന്നും ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പോകില്ല. ചില പ്രസ്താവനകൾ അങ്ങനെ പറഞ്ഞു പോകരുത് ശ്രീ ബലദേവ്. ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ, ആരിഫ് അലി, മുൻ അമീർ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ തേടിയിട്ടില്ല എന്ന് പറയുന്നത്? പിന്നെ നമ്പ്യാരെ പരസ്യമായിട്ട് ഞാൻ
ഇലക്ഷന്റെ ലോക്സഭയുടെ ഇലക്ഷന്റെ ജില്ലാ കൺവീനർ വെച്ച് അവരുടെ നിയമമണ്ഡല കൺവീനറൊക്കെ ആയിട്ട് പല സ്ഥാനാർത്ഥികളുടെ പ്രവർത്തിച്ചു. UDF ഞങ്ങളുടെ പാർട്ടി കുറച്ചാൾ LDF ഉണ്ടായിരുന്നു, കുറച്ചാൾ UDF ഉണ്ടായിരുന്നു. അവിടെ നടന്ന രഹസ്യമായ കൂട്ടുകഴിച്ചാൽ നമുക്കത് പരസ്യമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ആരൊക്കെ ഞങ്ങളെ വന്ന് ഇങ്ങോട്ട് വന്ന് കൺവീനറായിരുന്നു എന്റെ അടുക്ക വന്ന് ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പല പ്രവർത്തകർ BJPയുടെ വിമത ഗ്രൂപ്പ് ഇത് അതുപോലെയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. അല്ല BJPയുടെ വിമത ഗ്രൂപ്പ് അല്ല കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇല്ല, അത് മുഖ്യമന്ത്രി അപ്പൊ വോട്ട് അല്ല, ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശം നടത്തിയപ്പോൾ ഇദ്ദേഹം രംഗത്ത് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അല്ല, മുഖ്യമന്ത്രി ഇടതുപക്ഷ മുന്നണി CPM നേതൃത്വമൊക്കെ അത് നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയാം. പക്ഷെ വോട്ട് ഇലക്ഷന് ഇപ്പൊ ഒരാൾ ചെയ്യുമ്പോൾ ചെയ്യണ്ടായെന്ന് ഒരു സ്ഥാനാർത്ഥി അല്ല, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ആരും പറയത്തില്ല. ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് നമുക്ക് ഇഷ്ടം വേണ്ടാന്ന് പറഞ്ഞാൽ അയാൾ വോട്ട് ചെയ്തൂടെ? ഞാൻ പറയുകയാണ്, എനിക്ക് നമ്പ്യാർ വോട്ട് ചെയ്യണ്ട, നമ്പ്യാർ എനിക്ക് വോട്ട് ചെയ്യുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ല, വോട്ട് ചെയ്ത വ്യക്തിയുടെ കൊടുക്കല്ലോ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു നീക്കുപോക്കല്ലല്ലോ ഒരു പ്രബലമായിട്ടുള്ള ഒരു സംഘടനയുമായിട്ടുണ്ടാക്കുന്നതാണോ? അല്ല, അങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റുവട്ടം ഇരുന്ന് ചില ധാരണകളിൽ എത്തുന്നു അല്ലേ? അപ്പോൾ കുടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അല്ലാതെ ഞാനും അഡ്വക്കേറ്റ് ബലദേവും തമ്മിൽ ഇങ്ങനെ പറയുന്നത് പോലെ അല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിൽ ചർച്ച നടത്തുന്നത്. ഇല്ല, അതൊക്കെ നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയാണ്. പ്രാദേശികമായിട്ട് ഞാൻ പറയുന്നില്ല. പ്രാദേശികമായിട്ട് ചില പ്രദേശങ്ങളിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനോ ബ്ലോക്ക് ഇലക്ഷനോ ചില അലയൻസുകളുണ്ട്. അത് ഞാൻ ഇല്ലെന്നൊന്നും തർക്കിക്കുന്നില്ല. പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഈ പറയുന്ന സംഘടനകളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. ചില ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ചിലയിടത്തൊക്കെ ചില രഹസ്യബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. കണ്ടടച്ച് ഇരുട്ടാക്കാമെന്ന് ഞാനില്ല. പക്ഷേ സംസ്ഥാന തലത്തിൽ നാളിതുവരെ ഒരു നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ നടന്ന തെരഞ്ഞെടുപ്പിൽ നാളിതുവരെ ഞങ്ങളുടെ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കറിയാമല്ലോ, പാലക്കാടും 2 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവർ പറഞ്ഞല്ലോ ഞങ്ങൾ UDF വോട്ട് ചെയ്യും എന്ന് ചിലർ പ്രഖ്യാപിച്ചല്ലോ, ചില തീവ്രവാദ സംഘടനകൾ. അപ്പം അവർ ചില നേതാക്കന്മാർ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, ചിലർ അത് ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഹനൻ മാസ്റ്റർക്ക് എന്തുകൊണ്ടാണ് കസേര നഷ്ടപ്പെട്ടത്? അത് പാർട്ടിയുടെ തീരുമാനങ്ങളല്ലേ. പാർട്ടിയെ സംബന്ധിച്ച് രണ്ട് ടേണിൽ കൂടുതലായിട്ട് ജില്ലാ സെക്രട്ടറിയാണ്. CPM-നെ സംബന്ധിച്ച് അവരുടെ എല്ലാ സ്ഥലത്തും 2 ടേണാണ് പരമാവധി പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിമാരെ മാറ്റും. ആ ജില്ലാ സെക്രട്ടറിമാർ അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പോളിറ്റി ബ്യൂറോയുടെ പ്രത്യേകം സാക്ഷ്യം വേണം. എല്ലായിടത്തും മാറ്റില്ല, പല ജില്ലകളിലും മാറ്റി 2 ടേൺ കൂടുതൽ കൊടുത്തിട്ടില്ല. അപൂർവം ചില ജില്ലകളിലാണ് 3ാമത് ഇരുത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അവരുടെ ഭരണഘടന ഞാൻ കാണാൻ 2 പ്രാവശ്യത്തിൽ കൂടുതൽ. എന്തിന് ലോക്കൽ സെക്രട്ടറി 2ാം തവണ മാറ്റും, ഏരിയ സെക്രട്ടറി 2ാം തവണ മാറ്റും. ആ ജില്ല മാത്രമല്ലല്ലോ, നിരവധി ജില്ലകളിൽ അവരുടെ ജില്ലാ സെക്രട്ടറിമാരെ മാറ്റിയില്ലേ? കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ഈ MEC-7 പരാമർശമുണ്ടല്ലോ, നമ്മുടെ മോഹനൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായ ആ പരാമർശം പാർട്ടിയിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ അകറ്റി എന്ന വിമർശനം ഉയർന്നിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെയൊരു സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇവിടെ ഇപ്പൊ എന്തായാലും രാഷ്ട്രീയ മെഹബൂബ് എന്ന വ്യക്തിയെയാണ്. അതുകൂടെ അല്ല, ഞാൻ പറയട്ടെ, അതുകൊണ്ട് നമ്മൾ ജാതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ജാതി നോക്കിയല്ലല്ലോ പാർട്ടി സെക്രട്ടറി എടുക്കുന്നത്. ഞാൻ പറയും, ഇവിടെ എന്തായാലും സജീവ രാഷ്ട്രീയ പ്രവർത്തനം എന്നോടൊപ്പം BJPയുടെ പത്മനാഭൻ ചേട്ടനുണ്ട്. സീറ്റ് കൊടുക്കുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ലേ അങ്ങനെ പറയാം? അല്ല, അത് BJPയുടെ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തുന്നില്ലേ, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തുന്നില്ലേ? അപ്പൊ അത് പ്രത്യേകിച്ചാണോ? അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. കേരളത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ടല്ലോ, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വടക്കേ ഇന്ത്യ നിർത്തുന്നുണ്ടല്ലോ. BJP ഒരു ഹിന്ദു സംഘടന എന്ന് പറയുന്നെങ്കിൽ അവർ ക്രിസ്ത്യൻ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷ പ്രദേശത്ത് CPM ഒരു ഹിന്ദു സ്ഥാനാർത്ഥി അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ വരുമല്ലോ. അത് രാഷ്ട്രീയപരമായിട്ട് ചിലത് ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില കാഴ്ചപ്പാടുകളിൽ പഴയ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ. വേറെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിഷ്പക്ഷമായിട്ടൊരു അഭിപ്രായം പറയുക. പഴയതുപോലെ ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നു? ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. ചെറുപ്പക്കാർ നല്ലൊരു ശതമാനം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പൊ ചെറുപ്പക്കാർക്ക് പരിപൂർണമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ട്. പണ്ട് തൊഴിലില്ലാതെ നിൽക്കുന്നത് ഏത് പാർട്ടിക്കാരി എന്ന് വിളിച്ചാലും പോകും. പ്രകടനത്തിൽ പണ്ട് ലാറിയിലാവും, എന്റെ കൊച്ചുനാൾ ലാറി കയറി പോവും, ആഹാരം വാങ്ങിച്ചു കൊടുക്കും, തിരിച്ചു വരും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നിനും, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും പരിപാടികൾ പങ്കെടുക്കത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ ചെറുപ്പക്കാർ വിമുഖത കാണിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ ബോധം കുറവുകൊണ്ടല്ല,
അവർ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില സാഹചര്യങ്ങളുടെ മാറ്റമാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് ഏതെങ്കിലും കമ്പനികളിൽ തൊഴിലുണ്ട്, അവർ മറ്റു തൊഴിൽ നേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പണ്ട് തൊഴിലില്ലാത്ത അനവധി ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവർ രാഷ്ട്രീയത്തിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ചെറുപ്പക്കാർ കോളേജ് ക്യാമ്പസ് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതിനകത്ത് ഒരു വ്യക്തി തർക്കിക്കത്തില്ല. കാര്യം രാഷ്ട്രീയ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എളമരം കരീമിനെ പോലെ മുതിർന്നൊരു നേതാവ്, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, CITU നേതാവാണ്, മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയോ മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങളില്ല എന്ന് പരസ്യമായി പറയുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? അല്ല, അദ്ദേഹം ആ രീതിയിലല്ലല്ലോ പറഞ്ഞത്. ആ രീതിയിലാണ് ഞാൻ അത് ഒത്തിരി വട്ടം കേട്ടതാണല്ലോ. വലിയ തീവ്രവാദ സംഘടനയായിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ അത്ര കണ്ട് അതിനെ എതിർക്കാൻ നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാര്യം ആ എതിർപ്പാണ് പറഞ്ഞത്. അത് എതിർപ്പെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ ഒരു എതിർപ്പാണ്. അതിനകത്ത് ആ വർഗീയ സംഘടനകൾ വളരെ വലുതല്ല, അവരെ എതിർത്ത് വലുതാക്കണ്ട, ആ ഒരർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്കറിയാമല്ലോ, ഏത് പ്രസ്ഥാനം എതിർത്തിട്ടുണ്ടോ ആ പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ചരിത്രം കാണുന്നത്. ഏത് തീവ്രവാദ പ്രസ്ഥാനമായാലും ഏതൊരു സമുദായ പ്രസ്ഥാനമായാലും ശക്തമായ എതിർപ്പുണ്ടാകുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ വളരരുത് എന്ന ആ ഒരു അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ ഒരു വലിയ ശത്രുവായിട്ട് അദ്ദേഹം കാണുന്നില്ല. അത് മാത്രമാണ്, ഞങ്ങളൊരു വലിയ ശത്രുവായിട്ട് ജമാഅത്തെ ഇസ്ലാമിയോ ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനയോ വലിയ ശത്രുവായി ഞങ്ങൾ കാണുന്നില്ല എന്നാണ് തന്നെ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ.